സ്നേഹപിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവജനത്തോട് ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചതിനോർത്ത് ദൈവമേ അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർത്താവെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ചിന്ത, ബുദ്ധി, ആലോചന, തയ്യാറെടുപ്പുകൾ ദൈവമേ അങ്ങ് ദാനമായി തന്ന എല്ലാ കഴിവുകളെയും അങ്ങേക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ കേട്ട എപ്പിസോഡിൻ്റെ തുടർച്ചയായി പൂർവ്വപിതാവായ യാക്കോബിനെ കുറിച്ച് നമുക്ക് ഏതാനും സമയം ചിന്തിക്കാം. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ചതിയൻ, സൂത്രശാലി എന്നൊക്കെയാണ്. എന്തുകൊണ്ട് ചതിയൻ, സൂത്രശാലി എന്നൊക്കെ ഒരു മകനെ പേരിട്ടു എന്ന് നമ്മൾ ചിന്തിക്കാം. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യം പുറത്തു വന്ന ഏസാവിൻ്റെ കാല് പിടിച്ച് ഉള്ളിലേക്ക് വലിച്ച് ആക്കി ആദ്യം പുറത്തു വരാൻ യാക്കോബ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ശ്രമിച്ചു എന്നാണ് ബൈബിൾ ഭാഷ്യം. പിന്നീട് നമ്മൾ കാണുന്നവരുടെ ജീവിതം മുഴുവൻ ഇവർ തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. മൂത്ത മകനായിരുന്ന ഏസാവിനെ അപ്പൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. യാക്കോബിനെ അമ്മയായ റെബേക്ക കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അപ്പൻ്റെ ആത്മീയ അനുഗ്രഹവും പൈതൃകവും പിന്തുടർച്ചയും യാക്കോബിന് ലഭിക്കാൻ വേണ്ടി റെബേക്ക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു അമ്മ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അവസാനം അപ്പനെ പറ്റിച്ച് അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പ് യാക്കോബ് റെബേക്കയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന നാടകം പൊളിഞ്ഞ് അപ്പന് കള്ളി വിളിച്ചതായാൽ അപ്പൻ്റെ ശാപം എൻ്റെ മേൽ പതിക്കില്ലേ? അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ച് ശാപം എൻ്റെ മേൽ പതിക്കില്ലേ എന്ന് ചോദിച്ച സമയത്ത് റെബേക്ക പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശാപം വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മേലിലേക്ക് പതിക്കട്ടെ, ഞാനത് ഏറ്റെടുക്കുന്നുവെന്ന്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഏതാനും നാളുകൾ കഴിയുമ്പോൾ റെബേക്ക മരണപ്പെടുന്നു. ഇത് നമുക്ക് ഒരു വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവരെന്നെ ശപിച്ചു, ഇവരെന്നെ ശപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് ബ്രാഹ്മണ ശാപമാണ്, ബാലശാപമാണ് എന്നൊക്കെ പറയാറുണ്ട്. പലതരം ശാപങ്ങളെ വ്യാഖ്യാനിച്ച് വരാറുണ്ട്. എന്നാൽ ഇവിടെ അമ്മ പറയാണ്, ശാപം ഏറ്റെടുക്കുകയാണ്, സ്വയം ഏറ്റെടുക്കുകയാണ്. ശാപമുണ്ടെങ്കിൽ എൻ്റെ മേൽ പതിക്കട്ടെ എന്ന്. എന്തായാലും ദാരുണമായ അന്ത്യത്തിലേക്ക് റെബേക്ക കടന്നു പോകുന്നു. യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു. ആ ചെന്ന സമയത്ത് തന്നെ വെളിപ്പെടുത്തുന്നു, അമ്മയുടെ കാര്യങ്ങൾ പറയുന്നു, സഹോദരൻ്റെയും അപ്പൻ്റെയും കാര്യങ്ങൾ പറയുന്നു. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, റേച്ചലിനെ കണ്ടപ്പോൾ യാക്കോബ് ഉടൻ തന്നെ അവളിൽ അനുരക്തയായി എന്നാണ് പറയുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ ഇപ്പോൾ കോളേജ് പിള്ളേർ പറയുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയുടെ സഹോദരനായ ലാബാനോട് ലാബാൻ്റെ മകളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. വിവാഹം കഴിച്ചു തരുന്നതിന് അന്നത്തെ ആചാരമനുസരിച്ച് മെഹർ നൽകണം. പെണ്ണിൻ്റെ അപ്പന് സന്തോഷമായിട്ട് കാഴ്ച കൊടുക്കണം.
ആ കാഴ്ച കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് 7 കൊല്ലം അടിമവേല ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ആ അടിമവേല അവൻ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. എന്നാൽ വിവാഹ നാളിൽ യാക്കോബ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. വധുവിൻ്റെ മൂടുപടം മാറ്റിയ സമയത്ത് താൻ സ്നേഹിച്ച റേച്ചലല്ല വധുവായി നിന്ന് നിൽക്കുന്നത്. റേച്ചലിൻ്റെ സഹോദരിയും കണ്ണിന് കാഴ്ച മങ്ങി സൗന്ദര്യമില്ലാത്ത ലേയാണ് അവിടെ വധുവായി വന്ന് നിൽക്കുന്നത്. അടുത്ത നാളിൽ ലാബാനുമായിട്ട് യാക്കോബ് കലഹിക്കുന്നു. ആ കലഹിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മൂത്ത മകളുടെ വിവാഹം കഴിയാതെ ഇളയ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന പതിവ് ഞങ്ങളുടെ നാട്ടിൽ ഇല്ല. അല്ലെങ്കിൽ ചേച്ചിയുടെ കല്യാണം കഴിയാണ്ട് അനിയത്തിയുടെ കല്യാണം ഔദ്യോഗികമായിട്ട് നടത്തി കൊടുക്കുന്ന പരിപാടി ഈ നാട്ടിൽ ഇല്ല. ഇപ്പോഴും പല നാടുകളിലും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. തുടർന്ന് യാക്കോബ് ലാബാനോട് ചോദിക്കുന്നുണ്ട്, റേച്ചലിനെ കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ വീണ്ടും 7 വർഷം അടിമവേല ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. 7 കൊല്ലം കൂടെ അടിമവേല ചെയ്യുന്നു. അതിനെ തുടർന്ന് പിന്നീട് 6 കൊല്ലം ലാബാൻ്റെ ആടുകളെ മേയ്ക്കുന്നതിന് കൂലി നിശ്ചയിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ 20 വർഷത്തോളം യാക്കോബ് അവിടെ വേല ചെയ്യുന്നു, ലാബാൻ്റെ കീഴിൽ വേല ചെയ്യുന്നു. ആ കീഴുന്ന സമയത്ത് കൂലി വ്യവസ്ഥയിലും പങ്കാളിത്ത വ്യവസ്ഥയിലേക്കാണ് ചെയ്തെങ്കിലും യാക്കോബ് സമ്പന്നനായി മാറി. യാക്കോബ് സമ്പന്നനായി മാറി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ഫിസിക്കൽ ഇൻഹെറിറ്റൻസും മെറ്റീരിയൽ ഇൻഹെറിറ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പൻ്റെ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസും കൊണ്ടാണ് ഇവിടെ കടന്നു വന്നത്. ഈ ആത്മീയമായ അനുഗ്രഹ സമ്പത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റ് ഭൗതിക മേഖലയിലും ശാരീരിക മേഖലകളിലും അടിമത്തമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടക്കാനും ജീവിക്കാനും യാക്കോബിനെ അത് സഹായിച്ചു. മാത്രമല്ല, നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ലേയ കാണുവാൻ സുന്ദരിയല്ലെങ്കിലും കണ്ണിന് കാഴ്ച മങ്ങിയവളായിരുന്നെങ്കിലും ലേയയെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്നു, റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ എന്ന 6 ആൺമക്കളും ഒരു പെൺമകൾ ദീന എന്ന് വിളിക്കുന്ന ഒരു പെൺമകളും ജനിക്കുന്നു. 7 മക്കളുടെ അമ്മയായി ലേയ മാറുന്നു. റേച്ചലിന് അതേസമയം ജോസഫ്, ബെഞ്ചമിൻ എന്ന 2 മക്കൾ മാത്രമാണ് ജനിക്കുന്നത്. ബെഞ്ചമിനെ പ്രസവിച്ച് ഏതാനും നാളുകൾ കഴിയുന്നതിന് മുമ്പ് റേച്ചൽ മരണപ്പെടുകയും ചെയ്യുന്നു. അവരുടെ പരിചാരികമായ ലേയുടെ പരിചാരികയായ സിൽഫയിൽ ഗാദ്, ആഷേർ എന്ന മക്കൾ ജനിക്കുന്നു. റേച്ചലിന് സഹായിയായിരുന്ന ബിൽഹയ്ക്ക് ദാൻ, നഫ്താലി എന്ന മക്കൾ ജനിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാര്യമാരിലായി 13 മക്കൾ ജനിക്കുന്നു. അതിൽ ദീന കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് 12 ആൺമക്കൾ, റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ, ജോസഫ്, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ എന്നീ മക്കൾ ജനിക്കുന്നു. ഈ 12 മക്കൾ ആൺമക്കളുള്ള സമയത്ത് സാധാരണ ഇതിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, യാക്കോബിൽ നിന്ന് ഈ ആത്മീയ സമ്പത്ത് ആരിലേക്കാണ് കൈമാറ്റപ്പെട്ടത്? പലപ്പോഴും അതിന് മറുപടി കിട്ടാറുള്ളത് റേച്ചലിൻ്റെ മകനായ ജോസഫിനാണ് ഈ ആത്മീയ സമ്പത്തിൻ്റെ കൈമാറ്റം സംഭവിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം ലേയുടെ മകനും യാക്കോബിൻ്റെ 4ാമത്തെ മകനുമായ യൂദായ്ക്കാണ് ഈ ആത്മീയ സമ്പത്തിൻ്റെ കൈമാറ്റം സംഭവിച്ചത്. അപ്പം ആത്മീയ സമ്പത്ത് കൈമാറിയിട്ട് എന്ത് സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില തെറ്റൊക്കെ ചെയ്ത പാരമ്പര്യവും കീഴ്വഴക്കൊക്കെ ലംഘിച്ച ആളാണ് യൂദ എങ്കിൽ പോലും യൂദായ്ക്കാണ് ഈ ആത്മീയമായ പിന്തുടർച്ച അവകാശം ലഭിക്കുന്നത്. അങ്ങനെ ആത്മീയമായ പിന്തുടർച്ച അവകാശം ലഭിച്ച യൂദ
ചില വാഗ്ദാനങ്ങൾ നേടുന്നുണ്ട്. യൂദയോട് പറയുന്നുണ്ട്, ചെങ്കോൽ നിന്നിൽ നിന്ന് മാറിപ്പോവുകയില്ല, സിംഹാസനം എന്നും നിനക്കുള്ളതാണ്, നീയും നിൻ്റെ സന്തതി പരമ്പരകളും ഭരണാധികാരിയായി മാറും. അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ചിട്ടും നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഈ വംശാവലി മുന്നോട്ട് പോകുന്ന സമയത്ത് ആദത്തിൽ നിന്ന് സേത്ത് വഴി നോഹ വഴി എബ്രഹാമിലേക്ക് വന്ന് ഇസഹാക്ക് യാക്കോബ് എന്നിങ്ങനെ കടന്നു പോകുന്ന ഈ തലമുറയിലേക്ക് കടന്നു വന്ന് ആത്മീയമായ സമ്പത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ലേയ കണ്ണ് കാണാത്തവളാണെങ്കിലും സുന്ദരി അല്ലെങ്കിലും ലേയയിൽ ജനിച്ച മകന് നേതൃത്വം കൈവരുന്നു, ആത്മീയമായ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമായി മാറുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ലേയിൽ നിന്ന് ജനിച്ച കുഞ്ഞ് യൂദ, അല്ലെങ്കിൽ യൂദയ്ക്ക് ശേഷം പെരേസ് എന്നിങ്ങനെ പോകുന്ന വംശാവലിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ലേയ ഒരു അനുഗ്രഹിക്കപ്പെട്ടവളായി മാറുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ യൂദ ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെ അനുഗ്രഹം പ്രാപിച്ചവരായിട്ടാണ് നമ്മൾ ബൈബിളിൽ പിന്നീട് കാണുന്നത്. ഇന്ന് പക്ഷെ ലോകത്തിൽ നോക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഇസ്രായേൽ അവിടെ അടുത്തുള്ള ലെബനനുമായിട്ട് യുദ്ധം, സിറിയയുമായിട്ട് യുദ്ധം, യമനുമായിട്ട് യുദ്ധം, ഇറാനുമായിട്ട് യുദ്ധം, അല്ലെങ്കിൽ 6ഓളം മുസ്ലിം രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഇസ്രായേൽ. എല്ലാ യുദ്ധങ്ങളിലും ഇസ്രായേൽ വിജയിക്കുന്നു. അതിന് സമർത്ഥമായ നേതൃത്വം കൊടുക്കുന്നത് നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയാണ്. പത്രങ്ങളിൽ വായിച്ച വാർത്ത പ്രകാരം ബെഞ്ചമിൻ നെതന്യാഹു യൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ്. യൂദ ഗോത്രത്തിൽ നിന്ന് സിംഹാസനം മാറിപ്പോവില്ലെന്ന് ദൈവം ഒരു പ്രവചനം വാഗ്ദത്തവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നെതന്യാഹുവിൽ നിന്ന് ഈ അധികാരം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇസ്രായേലിന് വിജയം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ശത്രുക്കളുടെ എല്ലാം പരാജയം ഉറപ്പാക്കുകയും ചെയ്തു. വീണ്ടും നമ്മൾ കാണുന്നു മറ്റ് ചില രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ഉക്രൈൻ എന്നൊരു ചെറിയ രാജ്യം റഷ്യയുമായിട്ട് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രാജ്യം, വലിയ സൈനിക ശക്തിയായ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ് 7 ദിവസം കൊണ്ട് ഉക്രൈൻ പിടിച്ചെടുക്കുമെന്ന് റഷ്യ പറഞ്ഞു. ഉക്രൈൻ പിടിച്ചെടുക്കുമെന്ന് റഷ്യ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏകദേശം 3 വർഷമാകാനാണ് പോകുന്നത്. ഈ യുദ്ധത്തിൽ നിർണായക വിജയം നേടുവാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ സമയത്ത് പലരും പല മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നാണ്. ഉക്രൈനിലെ പ്രസിഡൻ്റായ സെലൻസ്കിയെ കുറിച്ചൊരു വാർത്ത വായിച്ചു. ഉക്രൈനിലെ ജനസംഖ്യ ഏകദേശം 3.5 കോടിയാണ്. ആ 3.5 കോടി ജനസംഖ്യ വരുന്ന സമയത്ത് കേവലം 3 ലക്ഷത്തോളം മാത്രമുള്ള യഹൂദ സമുദായത്തിൽപ്പെട്ട ആളാണ് സെലൻസ്കി. ആ സെലൻസ്കി യൂദ സമൂഹത്തിൽപ്പെട്ട ആളാണ്. മാത്രമല്ല യൂദ ഗോത്രത്തിലും കുലത്തിലും വംശത്തിലുംപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ യൂദ ഗോത്രത്തിന് വാൾ അവരുടെ കയ്യിൽ നിന്ന് പോവില്ല, രാജകീയ ചെങ്കോൽ അവരുടെ കൈവശമാവുന്നൊക്കെ വാഗ്ദാനമുള്ളതുകൊണ്ട് സെലൻസ്കി നേതൃത്വം കൊടുക്കുന്ന ഉക്രൈനെ തോൽപ്പിക്കുവാൻ റഷ്യൻ സൈന്യത്തിന് സാധിക്കുന്നില്ല. ഇത് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്, പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു രാജ്യം എത്യോപ്യ, നമ്മൾ നേരത്തെ പറഞ്ഞു കാനാൻ്റെ പിന്തുടർച്ചാവകാശം നിൽക്കുന്ന ആളുകളൊക്കെ എത്യോപ്യയിലേക്ക് പോയെന്ന്. എത്യോപ്യ എന്ന രാജ്യം ഉത്ഭവിച്ചതിന് ശേഷം ഇന്ന് വരെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാനോ ഒരു കോളനിയാക്കി മാറ്റാൻ ലോകത്തിലൊരു ശക്തിക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എത്യോപ്യ എന്ന രാജ്യത്തിലെ കാലാകാലങ്ങളിലായിട്ട് യൂദ ഗോത്രത്തിലുള്ള ആളുകൾ മാത്രമാണ് അവിടെ ഭരണത്തിൽ വരുവാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഭരണത്തിൽ വരുന്ന സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി, സൈനിക നേതൃത്വം, അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളൊക്കെ ഈ യൂദ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞാൽ യൂദ ഗോത്രത്തിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം ഇന്നും
യേശുവിൻ്റെ കാലം കഴിഞ്ഞു ആണെങ്കിൽ 2100 വർഷമായിട്ടും ഈ വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. ആ വാഗ്ദാന പ്രകാരം തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ യൂദ ഗോത്രത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു, പിന്നീട് യൂദയുടെ കാലം കഴിയുന്ന സമയത്ത് ഈ വംശാവലി മുന്നോട്ട് പോകുന്നത് പെരസിലൂടെ കടന്നു പോകുന്നു. ആ പെരസിലൂടെ കടന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അമിനാദാബ്, ഹെസ്രോൺ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം എടുക്കുന്ന സമയത്ത് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. താമാറിൽ ജനിച്ച പെരസിൻ്റെയും സേറയുടെയും പിതാവായിരുന്നു യൂദ. പെരസ് ഹെസ്രോൻ്റെയും, ഹെസ്രോൺ ആരാമിൻ്റെയും, ആരാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നഹ്ഷോൻ്റെയും, നഹ്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ ജനിച്ച ബോവസിൻ്റെയും, ബോവസ് റൂത്തിൽ ജനിച്ച ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാത്തിൽ നിന്ന് ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് യൂദയിലേക്കും, യൂദയിൽ നിന്ന് യൂദയുടെ മകനായ പെരസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പൻ്റെ ആത്മീയമായ സമ്പത്തിൻ്റെ കൈമാറ്റം നടക്കുന്നു. ആ കൈമാറ്റം നടക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് താമാർ എന്നൊരു പേര് പരാമർശിക്കപ്പെടുന്നു. താമാർ പലപ്പോഴും ബിബ്ലിക്കൽ നെയിം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ താമാർ ഒരു സ്ത്രീയാണ്. യൂദയുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് താമാറിൽ നിന്ന് ജനിച്ച പെരസ്. യൂദയുടെ പേര് തന്നെ പരാമർശിക്കാതെ താമാറിൻ്റെ പേര് മാത്രം പരാമർശിക്കുന്നു. അപ്പോൾ താമാറിൻ്റെ പേരിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതുപോലുള്ളൊരു വേദിയിൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ലൈംഗികമായ പാപം ചെയ്തവരായിരുന്നു താമാറും യൂദായും. താമാർ ശരിക്ക് യൂദയുടെ മകൻ്റെ ഭാര്യയാണ്, പക്ഷെ അവർ ലൈംഗിക പാപം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ താമാറിൽ ജനിച്ച പെരസിൻ്റെയും സേറയുടെയും പിതാവായിരുന്നു യൂദ. എന്ന് പറഞ്ഞാൽ ലൈംഗികമായ പാപവും തിന്മയും പ്രവർത്തിച്ച ആളുകളും ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സമയത്ത് അവരുടെ കുടുംബ പാരമ്പര്യത്തിലും പശ്ചാത്തലത്തിലും തിന്മ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുള്ള മോചനവും വിടുതലും ലഭിക്കും എന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 5-6 വാക്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സൽമോൻ റാഹാബിൽ ജനിച്ച ബോവസിൻ്റെയും എന്ന പരാമർശം. വീണ്ടും നമ്മൾ റാഹാബ് എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ കാണുന്നു. ജെറീക്കോ കോട്ട വിടുവിക്കാൻ വേണ്ടി ജോഷുവയുടെ നേതൃത്വത്തിൽ കടന്നു പോകുന്ന സമയത്ത് റാഹാബ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അനുവദിക്കുന്നു. റാഹാബിൻ്റെ ഭവനത്തിലേക്കാണ് അവർ സംരക്ഷണത്തിനായി കടന്നു ചെല്ലുന്നത്. ആ കടന്നു ചെല്ലുന്ന സമയത്ത് റാഹാബ് ഒരു വേശ്യയായിരുന്നിട്ടും ജോഷുവയും ജോഷുവയോടൊപ്പമുള്ള 12 അംഗ സംഘത്തെയും ഒളിച്ചിരിക്കുന്നതിനും കോട്ടവാതിൽ ചാടി രക്ഷപ്പെടുവാനും സഹായിക്കുന്നു. അതിനൊരു പ്രത്യുപകാരമായിട്ട് ജോഷുവ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ദേശം പിടിച്ചെടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ തരുന്ന അടയാളം കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെയും നിൻ്റെ കുടുംബത്തിലുള്ളവരെയും ഈ ഭവനത്തിലുള്ളവരെയും ഞങ്ങൾ രക്ഷിക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ആ വാഗ്ദാനം നിവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പാപം ചെയ്ത് തിന്മ ചെയ്ത് ജീവിച്ച റാഹാബ് വംശാവലി ഗ്രന്ഥത്തിൽ വരുന്നു. റാഹാബിൻ്റെ ജനിച്ച പുത്രൻ പിന്നീട് വംശാവലി ഗ്രന്ഥത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. റാഹാബിൽ നിന്നാണ് ബോവസ് ജനിക്കുന്നത്. ആ ബോവസാണ് പിന്നീട് ഓബദിനെ ജന്മം നൽകുന്നത്. ബോവസിനെ കുറിച്ച് നമുക്കറിയാം, ബോവസിൻ്റെ ഭാര്യയാണ് റൂത്ത്. റൂത്ത് എന്ന പേരിലൊരു പുസ്തകം തന്നെ ബൈബിളിൽ ഉണ്ട്. അതിന് ഒന്നും കൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ലോത്തിന് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആ പെൺമക്കൾ സൊദോം ഗൊമോറ പട്ടണം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം സ്വന്തം അപ്പനായ ലോത്തിനോടൊപ്പം കഴിയുന്ന വേളയിൽ അവരെ ഒരു ആത്മകഥം പറയാണ്, നമ്മൾ ഒഴികെ അപ്പനും നമ്മൾ 2 മക്കളും ഒഴികെയുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു, നമ്മുടെ വംശം മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ വംശം മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടികൾ ജനിക്കണം. കുട്ടികൾ ജനിക്കാൻ സാധ്യതയില്ല. ആ സാധ്യതയില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 2 പെൺകുട്ടികളും മുൻകൈ എടുത്തുകൊണ്ട് അപ്പനെ മദ്യത്തിന് അടിമയാക്കി അപ്പനുമായി ലൈംഗിക പാപം ചെയ്ത് കുട്ടികളെ ജനിപ്പിച്ചു. അങ്ങനെ ജനിച്ച കുട്ടികളാണ്
മൊവാബ്യർ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹവും അമോണിയർ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹവും. അമോണിയർ എന്ന് വിളിക്കപ്പെടുന്നവർ ഇന്നത്തെ ജോർദാനിലും മൊവാബിയർ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ സിറിയയിലുമാണ് അവർ താമസിക്കുന്നത്. ഇവരുടെ പിന്തുടർച്ചക്കാരാണ്. ഇവരുടെ 10 തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ജെറുസലേം ദേവാലയത്തിൽ കയറി പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ മൊവാബ്യ സ്ത്രീയായ റൂത്തിനെ യൂദാ ഗോത്രത്തിൽപ്പെട്ട ബോവസ് കല്യാണം കഴിക്കുന്നു. ആ ബോവസിന് ഓബേദ് എന്ന മകൻ ജനിക്കുന്നു. ഓബേദിൽ നിന്ന് ജെസ്സെ ജനിക്കുന്നു. ജെസ്സയിൽ നിന്ന് ദാവീദ് രാജാവ് ജനിക്കുന്നു. അല്ലെങ്കിൽ എബ്രാഹാം മുതൽ ദാവീദ് വരെയുള്ള 14 തലമുറകൾ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 3 പേരുകൾ ഞാൻ ആവർത്തിക്കുകയാണ്. 1 താമാർ, 2 റാഹാബ്, 3 റൂത്ത്. ഈ 3 പേരും താമാർ യഹൂദ സ്ത്രീയാണെങ്കിലും മോശയുടെ ധാർമ്മിക നിയമം ലംഘിച്ച് പ്രവർത്തിച്ച ലൈംഗിക പാപം ചെയ്ത സ്ത്രീയാണ്. റാഹാബ് അറിയപ്പെടുന്ന വേശ്യയാണ്, കാനാൻകാരിയാണ്, വിജാതീയ സ്ത്രീയാണ്. റൂത്ത് വിജാതീയ സ്ത്രീയാണ്, പ്രത്യേകിച്ച് മോവാബിയ സ്ത്രീയാണ്. 10 തലമുറ ജെറുസലേം ദേവാലയത്തിൽ കയറാൻ പാടില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ എങ്കിലും അവർ ഇവരുടെയൊക്കെ പാപങ്ങളെ ദൈവം ക്ഷമിച്ച് ഇവരെ വിശദീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ആ വംശാവലി ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് തന്നെ വിജാതിയർക്കും വിഭിന്ന സമുദായത്തിൽപ്പെട്ടവർക്കും കുലത്തിലും ഗോത്രത്തിലും വംശത്തിൽപ്പെട്ട ആളുകൾക്കും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരെ പോലെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കുവാനും ഇടയാക്കും എന്ന തത്വശാസ്ത്രം ദേശത്ത് മുഴുവൻ പ്രചരിക്കുവാൻ അത് ഇടയാകുകയും ചെയ്തു. എബ്രാഹാം മുതൽ ദാവീദ് വരെ ഉള്ള 14 തലമുറകൾ, ആ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം തിന്മ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും മ്ലേച്ഛമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും നമ്മുടെ മുൻ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് വന്ന തിന്മയുടെ പരിണിത ഫലം നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ പോലും യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരികയും പിന്നീട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാവുകയും ഒരു പുതിയ സൃഷ്ടിയായി മാറുകയും പഴയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കുകയും ചെയ്തു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ വംശാവലി ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഈ ചിന്തകൾ ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് കർത്താവെ, ഈ ജനത്തിനെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മുൻ തലമുറയിൽ നിന്ന് ലൈംഗിക പാപം ചെയ്തവരോ വിജാതീയരായിട്ടുള്ള ആളുകളോ മിശ്രവിവാഹിതരായിട്ടുള്ള ആളുകളോ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ട ആളുകളോ ഉണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തികളുടെ പരിണിത ഫലം ഭാവി തലമുറകളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ. അനുഗ്രഹം നദി പോലെ കരകവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.